നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അത് ആ ദിവസം വന്നിരിക്കുകയാണ്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ TG സാർ ഇന്ന് അറസ്റ്റിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ അർജുൻ ആയങ്കി, 2 പ്രമുഖ അറസ്റ്റുകളാണ് ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും പശ്ചാത്തലം, ഒന്ന് നമ്മുടെ RSS വക്താവായ TG ഡൽഹിയിൽ നടന്ന സമരം, ആ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ, സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ട് അവരൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും അവർ ഇങ്ങനെയുള്ളൊരു മനസ്സുമായിട്ടാണ് ഈ സമരത്തിന് വന്നതെന്നുമുള്ള രീതിയിലുള്ള മോശം പരാമർശം സ്ത്രീകളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചും നടത്തിയതും, അതുപോലെ ഞാനായിരുന്നു ഇൻചാർജ്, TG ആയിരുന്നു ഇൻചാർജ് എങ്കിൽ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുമെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കുറേ സ്വപ്നങ്ങളും പദ്ധതികളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം വന്നിട്ട് ഈ മോശം പരാമർശമൊക്കെ നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇത് പരാമർശം നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 11ാം ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ അർജുൻ ആയങ്കിയെ ഒരു CIA ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ പണിവിട്ടുകൊണ്ട് പോലീസ് പിടിച്ചിരിക്കുകയാണ്. പോലീസിനെ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിടിച്ചപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും, പല കോണുകളിൽ നിന്നുമുള്ള ഒരു മുറവിളി കേട്ടു. ഈ ആയങ്കിയെ പിടിച്ചിട്ടുള്ള എല്ലാ പോലീസ് ക്ലിപ്പുകളിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസുകാരോടൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഈ പയ്യനെ പിടിച്ചു, അവിടെ വിഷപ്പാമ്പിനെ പോലെ വിഷം തുപ്പുന്ന RSS വക്താവ് ചെറിയ പെൺകുട്ടികളെ, സമരത്തിന് പോയ, ജന്തർ മന്ദിറിൽ സമരത്തിന് പോയ ഈ ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം, അല്ലെങ്കിൽ അവർ ബലാത്സംഗം ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നും എല്ലാവരെയും താൻ വെടിവെച്ചിടുന്നൊക്കെ പറഞ്ഞ വിദ്വേഷ വർഗീയ തരത്തിലുള്ള പ്രസംഗം നടത്തിയ ആ മനുഷ്യനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ടോക്ക്, സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഇതിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പുകളുടെ പിന്നിലുള്ള കമൻസ് വായിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെയുള്ള കമൻസ്. നമുക്ക് ആദ്യം വീഡിയോ കാണാം, എന്നിട്ട് ഞാൻ ആ കമൻസിലേക്ക് പോകാം. ഓക്കെ. സ്ത്രീകളെ സമൂഹ മാധ്യമം വഴി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ സമൂഹ മാധ്യമം വഴി അധിക്ഷേപിച്ച സംഘപരിവാർ പ്രവർത്തകനാണ് TG മോഹൻദാസ്. അതിനെതിരെ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സംഭവത്തിൽ കേസെടുത്ത് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ TG മോഹൻദാസിനെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. സൈബർ പോലീസ് സംഘം എത്തി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ജന്തർ മന്ദിറിലെ സമരക്കാരെ അവിടെ താനാണ് ഉണ്ടായിരുന്നുവെങ്കിൽ വെടിവെക്കുമെന്നും അവിടുത്തെ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അലക്സ് റാം മോഹൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഇവരുകളുമായി അലക്സ്, കേസെടുത്ത 11ാമത്തെ ദിവസം സംഘപരിവാർ പ്രവർത്തകൻ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? കൊച്ചിയിലെ വസതിയിൽ സംഭവിക്കുന്നു. വളരെ വലിയ വിഷയമാണ്. TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്, സൈബർ പോലീസ് തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരിയിലെ വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അദ്ദേഹം പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മൗനം പാലിക്കുകയാണ്. അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നില്ല. പോലീസ് പറയുന്നത് അദ്ദേഹം പ്രായമുള്ള ആളാണ്, ബുദ്ധിമുട്ടിക്കരുതെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തെ ഇവിടെ നിന്ന് അതെ, അദ്ദേഹം പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹം സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പറഞ്ഞ പോലത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം, ആരെങ്കിലും വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പല ആൾക്കും പലതും മനസ്സിൽ തോന്നും. തോന്നിവാസങ്ങളും പല വികൃതമായ ചിന്തകളൊക്കെ തോന്നും. അതൊക്കെ അതുപോലെ പ്രകടിപ്പിക്കാനുള്ളതല്ല നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ പൊതുവായിട്ടുള്ള സോഷ്യൽ അക്കൗണ്ടുകളിലൊക്കെ വന്ന് മനസ്സിൽ തോന്നുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ വിഡ്ഢിത്തത്തിൽ തോന്നുന്നത് പോലെയുള്ള പുലഭ്യങ്ങൾ, അല്ലെങ്കിൽ ആക്രോശങ്ങൾ, അല്ലെങ്കിൽ ഇപ്പറഞ്ഞ പോലത്തെ വിദ്വേഷങ്ങൾ, വർഗീയതയൊക്കെ പറയാനുള്ള സ്ഥലമല്ല ഈ ഒരു സ്ഥലമെന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയായിരുന്നു.
എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുക്കണം. ഇപ്പറഞ്ഞ പോലെ ഉന്തി ബാളം ഉണ്ടാക്കിയൊന്നും അദ്ദേഹത്തെ ടെൻഷനാക്കി പ്രഷർ കൂട്ടാൻ പാടില്ല. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെയുള്ള കമന്റുകൾ, ഒരു 3-4 കമന്റുകൾ വായിക്കുകയാണെങ്കിൽ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള പ്രതിഫലനം, നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിൽ പൊതുവായിട്ടുള്ളൊരു പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും. ഒരാൾ എഴുതിയിരിക്കുന്നു, സെപ്റ്റിക് ടാങ്ക് പൊളിച്ച കേരള പോലീസിന് അഭിനന്ദനങ്ങൾ, അങ്ങനെ കൊടുത്തിട്ട് ഒരാൾ. വേറൊരാൾ പറഞ്ഞിരിക്കുന്നു, കേരളത്തിലും ബലാത്സംഗത്തിന് അഭിവാദ്യങ്ങളോ, ഇത്രയും അധംപതിച്ച അണികളോ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ വേറൊരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, ഷിബിലി എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, ഈ അഭിവാദ്യം അർപ്പിക്കുന്ന മിത്രങ്ങളുടെ വീട്ടിലൊന്നും സ്ത്രീകളില്ലേ? ഓരോ ചോദ്യങ്ങളാണ്. അപ്പോൾ ചെന്നിത്തല സാറിന് അഭിനന്ദനങ്ങൾ, ആഭ്യന്തര വകുപ്പിന് പകരം അഭിനന്ദനം കൊടുക്കുന്നുണ്ട്. പിന്നെ അഭിവാദ്യം അർപ്പിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ എന്താ പറയുന്നത്, അദ്ദേഹത്തെ അപഹസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഈ TJ മോഹൻദാസിനെതിരെയുള്ള കമന്റുകളാണ് ഈ കമന്റ് ബോക്സിലുള്ളത്. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഞാനായിരുന്നു ആ പോലീസുകാരുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ വെടിവെക്കാൻ ഉത്തരവിട്ടേനെ അല്ലെങ്കിൽ വെടിവെച്ചേനെ എന്ന് പറഞ്ഞത് ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. ഒരു സമൂഹത്തിൽ ഇപ്പോൾ അയാൾക്ക് പറയാം, അയാൾക്ക് അയാളുടെ ഒരു ഇത് പറയാനുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ഞാനായിരുന്നു പോലീസെങ്കിൽ, ഞാനായിരുന്നു മന്ത്രിയെങ്കിൽ ഓട്ടുണ്ട്. കാരണം അയാൾ മന്ത്രിയല്ലല്ലോ, അയാൾ പോലീസും അല്ലല്ലോ. അപ്പോൾ അയാളുടെ ഒരു വിഡിത്തം പറഞ്ഞു വിട്ടേക്കാന്ന് പറയും. പക്ഷേ ഈ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെല്ലാവരും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അവരൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരാണ്. ആ ബലാത്സംഗം ആഗ്രഹിച്ചിട്ടാണ് അവരവിടെ പോയത് എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ? ചിലപ്പോൾ ഈ പറയുന്ന TJ മോഹൻദാസിന്റെ തന്നെ കുടുംബക്കാരോ പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഇയാളുടെ അഭിപ്രായമായിരിക്കില്ലല്ലോ ബാക്കിയുള്ളവരുടെ അഭിപ്രായം. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ ഇദ്ദേഹം. അപ്പോൾ ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. TJ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് അത്രയാണുള്ളത്. ഇദ്ദേഹത്തെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നാകാൻ വകുപ്പില്ല. കാരണം സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അദ്ദേഹം അങ്ങനെ ചെയ്യും നിർബന്ധമായിട്ട് പറഞ്ഞില്ല, അങ്ങനെ ആവാം എന്നുള്ളൊരു പ്രകടനമാണ് നടത്തിയത്. എന്നാൽ വേറൊരു ഭാഗത്ത് അർജുൻ ആയങ്കി ഇപ്പം ജാമ്യത്തിൽ വിടും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. രാവിലെ ഈ അറസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്നത് പിന്നെ ഈ ഒരു കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസല്ല. ഇപ്പം TJ മോഹൻദാസ് ഒക്കെ സുഖമായി ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറയാൻ കാരണം അദ്ദേഹം ആദ്യമായി ഒരു വർഗീയ പരാമർശം നടത്തി അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ പറഞ്ഞ ഫസ്റ്റ് കേസൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങ് ചുമ്മാ ജാമ്യം കിട്ടും അതിൽ. പക്ഷേ ആയങ്കിൻ്റെ കേസ് അതല്ല. ആയങ്കി ചേട്ടൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ കുറച്ച് ടഫാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ 23ഓളം കേസുണ്ട്. ആദ്യമുള്ളതും ഇപ്പോൾ പ്രസന്റ്ലി സൈബർ ക്രൈം ഒക്കെ വന്നിട്ടൊരു 4-5 കേസ് ഇപ്പം ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കേസിൽ ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയ പിന്നെ കോടതി വളപ്പ് വിടുന്നതിൻ്റെ മുന്നേ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു അറസ്റ്റിൻ്റെ പരമ്പര തന്നെ നടക്കും. അദ്ദേഹത്തിൻ്റെ വക്കീൽ തന്നെ ആ ഒരു വിഷയത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. അപേക്ഷ കൊടുത്തിട്ടില്ല. ജാമ്യാപേക്ഷ ഇന്ന് കൊടുത്തിട്ടില്ല. അതിന് പോലീസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. 3 കേസുകൾ നിലവിൽ ആംഗിക്കെതിരായിട്ട് നോൺ ബെയിൽ ഓഫൻസുകൾ 2 ആലുവ സൈബർ പോലീസും 1 കോതമംഗലം പോലീസും എടുത്ത് കോതമംഗലം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്നുങ്കൽ പോലീസ് ഇൻസ്പെക്ടറാണ് കേസ് അന്വേഷിക്കുന്നത്. കോതമംഗലം SHO ഭീഷണിപ്പെടുത്തേണ്ട കേസാണ്. അത് കോതമംഗലം തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഒന്നുങ്കൽ പോലീസിലെ ഇൻസ്പെക്ടറാണ് ആ കേസ് അന്വേഷണത്തിന് ചുമതല വഹിക്കുന്നത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ബെയിൽ അപ്ലിക്കേഷന്റെ ജാമ്യം കിട്ടുന്ന കേസുകളാണ് ഈ എല്ലാ കേസും. സ്വാഭാവികമായി ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് അത് അഭിഭാഷകന്റെ പിടിക്കായിരിക്കില്ലേ? നിലപാടാണ് തന്തോളം ഇതിൽ സ്വാഭാവികം നടക്കുന്നത്. നിലവിൽ 4ഓളം കേസിലുള്ള ആക്ക് ഇന്ന് ഞാനിപ്പം എന്റെ എല്ലാ കഴിവും സ്വാധീനം വെച്ചിട്ടും ജാമ്യം മാനിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അർജുനായെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്യാനുണ്ടാവും. എന്തിനാണ് എല്ലാ കേസിലും ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയാൽ പോരെ? ബാക്കിയുള്ള 3 കേസുകളിൽ കൂടെ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരു 10-20 ദിവസം കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങും. ബാക്കിയുള്ള പോലീസുകാർ ഇനിയിപ്പം ഇദ്ദേഹം ഈ കേസിൽ റിമാൻഡിലായതുകൊണ്ട് ഇനി മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ എന്ത് ചെയ്യണം? അല്ല, അദ്ദേഹത്തിന് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രൊഡക്ഷൻ വാറന്റായിട്ട് ഈ കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. ആ സമയത്ത് നമ്മൾ അവിടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ്. ഈ 790/2026 കേസിൽ ഞങ്ങൾ നാളെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ നിൽക്കുന്ന സമയമായിരുന്നു. 790
ഏറ്റവും വലിയ വിവാദമായ കേസ്, അതായത് കോതമംഗലം CA ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ കേസ്. ആ കേസിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി നാളെ അവിടെ സുപ്രീം കോടതിയിൽ കേസ് ഹർജി ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് പോലീസ് അർജുനായെങ്കിൽ എവിടെ അല്ല സുപ്രീം കോടതിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിക്ക് വേണ്ടി ഈ സുപ്രീം കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ മറ്റ് കേസുകളിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പോകുന്നതിന് മറ്റു അർത്ഥങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ വക്കാലത്തൂടെ എന്റെ ഇതിലിട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നുമായിട്ട് സഹകരിച്ചു പോകുന്ന ആളാണ്. നിയമസഹായത്തിനാണ് കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും കാര്യങ്ങൾ. ഇന്നലെ അദ്ദേഹം അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഒരു പരാതിയില്ല. കാരണം അവർ ഓൾറെഡി കസ്റ്റഡി അവർ വക്കാലത്ത് നിയമോപദേശം നേടാൻ വേണ്ടി വന്നതാണ്. അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും അഭിഭാഷകൻ എന്ന നിലയിൽ അർജുന്റെ അഭിഭാഷകൻ ഞാനാണ്. അത് മുന്നേ ഈ 790 കോതമംഗലം SHO ഭീഷണിപ്പെടുത്തുന്ന കേസിനകത്ത് ഞങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ജാമ്യം തള്ളിയത്. അതിനുശേഷം അതിന് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമങ്ങളായിരുന്നു. നാളെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അതിനിടയിലാണ് അപ്പൊ ഇത് ചില്ലറ കേസല്ല. ഇതില് ഇപ്പൊ സുപ്രീം കോടതിയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാനായിരുന്നു. ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ മുന്നേ സുപ്രീം കോടതിയിലെങ്കിലും പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് അതിൽ നിന്ന് മെല്ലെ സ്കൂട്ടായിട്ട് രക്ഷപ്പെടാമെന്നുള്ളൊരു ധാരണയിലാണ് അദ്ദേഹം വക്കീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ സമയത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റും ചെയ്യുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി അറസ്റ്റ് ചെയ്തു, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഇനിയിപ്പോൾ ഇയാളുടെ ബാക്കിയുള്ള കേസുകളിലൊക്കെ ജാമ്യം എടുക്കണം. പക്ഷെ പോലീസ് വളരെ സ്ട്രോങ് മൂവാണ് അവരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. കാരണം 1, 2, 3 ഒരുപാട് കേസുകൾ ഇയാളുടെ പേരിലുള്ളതൊക്കെ അലിഗേഷൻസൊക്കെ കേസാക്കി മാറ്റി അതിൽ നോൺ ബെയിലബിൾ ഒഫൻസും ഈ പറഞ്ഞ പോലെ കഫേ പൊസെ നിയമവും അതുപോലെ തന്നെ കാപ്പ പോലുള്ള സാധനങ്ങളൊക്കെ ചുമത്തി ഇദ്ദേഹത്തെ ഒരു ലോക്ക് പൊസിഷനിലേക്ക് കൊടുക്കാനുള്ളൊരു സംഭവമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അപ്പോൾ ഈ 2 കേസുകൾ നമുക്ക് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇന്ന് അങ്ങനെയുള്ളൊരു ടോക്ക് കണ്ടു. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ TJ മോഹൻദാസിനെ അഭിവാദ്യം വിളിക്കുന്നതിനെ ചൊല്ലിയുണ്ടാകുന്ന വിഷയത്തിൽ ചില ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ആയങ്കിയെ അറസ്റ്റ് ചെയ്തു, ഒരു ഭാഗത്ത് TJ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ UDF സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. ആരെയും വിടില്ല, എല്ലാവരെയും അറസ്റ്റ് ചെയ്യും, എല്ലാവരെയും അകത്താക്കുന്നുള്ളൊരു ടോക്കാണ്. പക്ഷെ രണ്ടും രണ്ടാണ്. ഇനി ഒരാളെയും കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോഴേ ബാലൻസും തുലാസും കറക്റ്റാകുന്നുള്ളൂ. CPM-ലെ ഇവർക്ക് വേണ്ടപ്പെട്ട പ്രമുഖനായ ഒരാൾ അറസ്റ്റ് ചെയ്തു, RSS-ലെ പ്രമുഖനായ ഒരാൾ അറസ്റ്റ് ചെയ്തു. ഇനി ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഒരു വധശ്രമ കേസുണ്ട്. ഗൾഫിൽ നിന്ന് എന്തോ പണമിടപാട് കേസ് നാട്ടിൽ വന്നിട്ട് കല്ലെടുത്ത് തലക്കടിച്ചിട്ട് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഒരു പാവപ്പെട്ട പയ്യനെ കൊല്ലാൻ ശ്രമിക്കും. അവൻ കേസും കൊടുത്തിട്ട് ഖാദർ കരിപ്പൊടി ഒളിവിൽ പോയിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ അറസ്റ്റും ഇല്ല, പിടുത്തവും ഇല്ല, ഒന്നുമില്ല. ഇനി അതും കൂടി പിടിച്ചാലാണ് ഒറിജിനൽ സൂപ്പർ ഗവൺമെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ അഭിവാദ്യം വിളികൾ, അപ്പം ആയങ്കി അങ്ങനെയാണ്. ആയങ്കി ഒരു ഭാഗത്ത് ലോക്കാണ്, ഏകദേശം ലോക്കാണ്. ആയങ്കിയുടെ കേസ് പറഞ്ഞില്ല, അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളൊരു ബന്ധമുള്ള ഓൾറെഡി 10-20 കേസുള്ള ആള് CIA അന്ന് കാരണമില്ലാതെയാണ് CI പിടിച്ചത് എന്നുള്ള ആ ഒരു നീരസത്തിന്റെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പേരിൽ ആയെങ്കിൽ CIയെ ഭീഷണിപ്പെടുത്തുകയും CI ആ അവസരം മുതലെടുത്തുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മീഡിയാസിനൊക്കെ വാർത്തകൾ കൊടുക്കുകയും അത് ഹൈലൈറ്റ് ചെയ്ത് വലിയ കേസാക്കി മാറ്റി ഇപ്പോൾ ആയെങ്കിയെ കുടുക്കിയിരിക്കുകയാണ്, ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് വേറൊരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് കേസ് നടത്തുന്ന ഒരാളാണെങ്കിൽ. പക്ഷേ TJ മോഹൻദാസിന്റെ കേസിൽ TJ വർഗീയപരമായി പല പ്രസംഗങ്ങളിലെ മുന്നേ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ജന്തർ മന്ദറിലെ പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടി, ഇപ്പോൾ ജന്തർ മന്ദറിൽ സമരം ചെയ്തത് +2 കഴിഞ്ഞ കുട്ടികൾ മുതലുണ്ട്, 16 വയസ്സുള്ള കുട്ടികൾ മുതൽ മേലോട്ടേക്ക് സമരം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയാന്ന് വെച്ചാൽ പോക്സോ വരെ ഇയാളുടെ പേരിൽ വരും. ശരിക്കും പറയാന്ന് വെച്ചാൽ ഏതൊരു കുട്ടി അത് എനിക്ക് മാനസികമായ വിഷമമായി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം തൂങ്ങും. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അദ്ദേഹം നടത്തിയ ഈ പരാമർശം, ഇപ്പം ജനറലായിട്ട് നടത്തിയൊരു പരാമർശത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഇപ്പം ഏറ്റവും വലിയ ഇവർക്ക് തിരിച്ചടി, RSSന്റെ തിരിച്ചടി ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിനേക്കാട്ടും ഉപരി ഈ അഭിവാദ്യം വിളിയാണ്. അഭിവാദ്യം വിളി ഒന്നും കൂടി കണ്ടാൽ മനസ്സിലാവും.
വിഷയമാണ്. എഴുതുന്നുണ്ട്, വ്യാപളം എഴുതുന്നുണ്ട്. അഭിവാദ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചു തള്ളുകയാണല്ലേ ചെയ്യുന്നത്. ജ്യൂസടിച്ച പോലെയാണ്. ഇതിലുള്ള ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അസംഷനാണ്, ശരിയാകണമെന്നില്ല, ഇത് ഒറിജിനൽ RSSകാരോ ഒറിജിനൽ BJPക്കാരോ അല്ല ഈ ഐക്യദാർഢ്യം വിളിക്കുന്നതും അഭിവാദ്യം വിളിക്കുന്നതും. കാരണം ഇതിലുള്ള പ്രത്യേകമായി നമ്മൾ കേൾക്കാം മുദ്രാവാക്യം: അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ TGക്ക് അഭിവാദ്യങ്ങൾ, അതുപോലെ ഐക്യദാർഢ്യം TG സാറിന് കള്ളക്കേസിന് ആയുസില്ല. ഇത് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനോ അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനോ അദ്ദേഹം എന്തെങ്കിലും ഒരു നിരാഹാര സമരത്തിൽ പങ്കെടുക്കുകയോ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും സമരം, കുടിവെള്ളം കിട്ടായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതോ, അല്ലെങ്കിൽ എന്തെങ്കിലും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതോ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കൂട്ടക്കൊലക്കെതിരെ സംസാരിച്ചതോ, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ല. ഇപ്പം TG സാറ് പല കാര്യങ്ങളും അറിവുള്ള പണ്ഡിതനായ ഒരു മനുഷ്യനായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പെൺകുട്ടികൾ, ഈ സമരം ജന്തർ മന്ദിൽ സമരം ചെയ്ത ചെറിയ പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരും അവർ ജനങ്ങളാൽ ബലാത്സംഗം ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ, അതുകൊണ്ടാണ് അവർ ആ സമരത്തിൽ പോയി പങ്കെടുത്തതെന്നും അത്തരത്തിലുള്ള ഒരു വളരെ മോശമായിട്ടുള്ള പരാമർശത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേസിനെ കള്ളക്കേസ് എന്ന് പറയാൻ എന്താണ് അടിസ്ഥാനമുള്ളത്? ഇത് ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഉണ്ടത്, ആർക്ക് വേണേൽ പോയി നോക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യമാണത്. ഓക്കെ, അപ്പൊ അതിനാണോ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നത്? അതിനാണോ ഐക്യത? അതിന്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിലുള്ള ഈ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച ആൾക്കാരുടെ കുടുംബത്തിലുള്ള, അവരുടെ സൗഹൃദ ബന്ധത്തിലുള്ള, അവരുടെ പരിസരങ്ങളിലെ പെൺകുട്ടികളും ഈ സമരത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെന്നാണോ? അത് ഈ ഐക്യദാർഢ്യം വിളിച്ച ആൾക്കെതിരെയും ശരിക്കും പറഞ്ഞാൽ കേസ് പോകേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു രീതിയായി പോയത്. എനിക്ക് തോന്നുന്നു ഇത് ചില ആൾക്കാർ പെയ്ഡാക്കിയിട്ട് പൈസ കൊടുത്തിട്ട് അല്ലേ ബിരിയാണിയും പിന്നെ കുറച്ച് കള്ളും ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് പെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ആൾക്കാർ വിളിച്ച മുദ്രാവാക്യം പോലെയാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പാർട്ടിയിലുമുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു കേസിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഉള്ളിൽ സപ്പോർട്ട് ചെയ്താൽ പോലും പുറമെ വന്നുകൊണ്ട് അഭിവാദ്യം വിളിച്ചിട്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടും ഉള്ള ഈ സ്നേഹപ്രകടനം നടത്തുന്ന അണികൾ ശരിക്കും ആ നേതാവിനെ ഇല്ലാതാക്കുകയാണ്. കാരണം ഇതാണ് നിങ്ങളുടെ ഐഡിയോളജി എങ്കിൽ പിന്നെ എന്ത് നന്മയാണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് പാർട്ടിയായാലും, സോ കോൾഡ്
ഏത് പാർട്ടിയിലെ നേതാവായാലും ശരി, ചെറിയ കുട്ടികൾ അവരെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അവരെ സമരം ചെയ്യുന്നത് തെറ്റാണോ? അവർക്ക് സോ കോൾഡ് അവരുടെ വിദ്യാഭ്യാസ മൂല്യച്യുതിക്കെതിരെ അവർ ഒരു സമരം ചെയ്തു. ഇനിയിപ്പോൾ അവർ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കുട്ടികളാണ്, ആ പ്രായത്തിൽ തെറ്റ് പറ്റാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ ചെയ്തു പോയിട്ടുണ്ടാകാം. എന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു പരാമർശം വളരെ മോശമായി പോയി. ഇനി കേസിലുള്ള അപ്ഡേറ്റ്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്.